ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ സുഖമാണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനത്ര സുഖം പോരാ അല്ലേ? ശരിയാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ, ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ, ജീവിതത്തിൻ്റെ ഈ ഓട്ട മത്സരത്തിനിടയിൽ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ജീവിതം അത്ര സുഖകരമായിട്ടല്ല ഒഴുകുന്നത് എന്ന് കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതോടൊപ്പം ജീവിതം ആസ്വദിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. കാരണം ഇവ രണ്ടും ജീവിതത്തിൽ പലപ്പോഴും കിട്ടാക്കനിയായിട്ട് മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഒരാൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നത്? ജീവിക്കാൻ അറിയാതെ കൊണ്ടാണോ? ശരിക്കും അതല്ല. നമുക്ക് ജീവിക്കാനൊക്കെ അറിയാം. നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ജീവിതം വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആഘോഷമാക്കാൻ നമുക്കറിയാം അല്ലേ? സന്തോഷങ്ങൾ കണ്ടെത്താൻ നമുക്കറിയാം. പക്ഷെ എന്നിട്ടും നമുക്കത് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥ കാരണം എന്താണ്? നമുക്ക് സന്തോഷിക്കാനോ ആസ്വദിക്കാനോ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. ജീവിതം ആസ്വദിക്കാൻ, ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. ശരിയല്ലേ? നമ്മൾ മറന്നു പോവുകയല്ലേ? ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ, ജീവിതത്തിന്റെ ഈ ഓട്ട മത്സരത്തിനിടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോവുകയല്ലേ? അതുകൊണ്ട് മറന്നു പോകരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ. ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ എത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ജീവിക്കാൻ മറന്നുപോയി എന്ന് പറയേണ്ടി വന്നാൽ അത് വല്ലാതൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവരുത്. അതിന് നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കാൻ പറ്റും, ജീവിതം ആസ്വദിക്കാൻ പറ്റും, ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ തിരക്കുകളും തീർന്നതിന് ശേഷം ജീവിതം ആസ്വദിച്ച് കളയാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ജീവിതത്തിന്റെ പ്രശ്നങ്ങളോടൊപ്പം തന്നെ, ജീവിതത്തിന്റെ തിരക്കുകളോടൊപ്പം തന്നെ, ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടതും ജീവിതം ആസ്വദിക്കേണ്ടതും. അതിൽ ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് പോയിന്റിലേക്ക് വരാം, വലിച്ചു നീട്ടുന്നില്ല. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ വീടിന്റെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവായ രീതിയിൽ നിലനിർത്താൻ നമുക്കാവണം. നമ്മുടെ വീടിന്റെ സാഹചര്യം അത്ര പോസിറ്റീവ് അല്ല. ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എപ്പോഴാണ് ഒരു വീട് സന്തോഷമുള്ളതായി മാറുന്നത്? നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത്, വീടിനകത്തളങ്ങളിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത്, ബന്ധങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള കൂടിച്ചേരലുകൾ ഉണ്ടാകുമ്പോഴല്ലേ? ഇന്നത്തെ കാലത്ത് എവിടെയാണ് നല്ല കൂടിച്ചേരലുകൾ ഉണ്ടാകുന്നത്? ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരിക്കും അല്ലേ? ഒരു ചെയറിൽ പോയിട്ടിരിക്കും, എന്നിട്ട് അത് കുത്തി കളിക്കും. സ്ത്രീകളൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ പോകും, അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ തിരക്കുകളുമായി മുന്നോട്ട് പോകും. മക്കളൊരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും, അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരും മറ്റൊരു മൂലയിലുണ്ടാവും. അങ്ങനെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒതുങ്ങി അങ്ങനെ ജീവിക്കുമ്പോൾ എവിടെയാണ് അവിടെ സ്നേഹബന്ധങ്ങളുടെ ഒരു മനോഹാരിത രൂപപ്പെടുന്നത്, കൂടിച്ചേരലിന്റെ ഒരു ഭംഗി രൂപപ്പെടുന്നത്? അത് മാറണം. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കളെയൊക്കെ വിളിക്കുക, പാർട്ട്ണറെ വിളിക്കുക, അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെയും വിളിക്കുക, ഒപ്പം വരുത്തുക. കളിയും ചിരിയും തമാശകളും നിറഞ്ഞ നിമിഷങ്ങളാക്കിയിട്ട് അതിനെ നമുക്ക് മാറ്റാൻ പറ്റണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പരസ്പരം. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളും കൂടി കടന്നു പോകുന്നുണ്ട്. സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരസ്പരം തുറന്നു പറയാനുള്ള ഒരിടമായിട്ട് വീടിന്റെ അന്തരീക്ഷം മാറേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ നല്ലൊരു ചായയൊക്കെ വെക്കുക, എന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുക. അങ്ങനെ വീടിന്റെ അറ്റ്മോസ്ഫിയറിനെ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരിടമായിട്ട് മാറും. നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന ഒരിടമായിട്ട് ജീവിതം ആസ്വദിക്കപ്പെടേണ്ടതുണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന്.
അപ്പോൾ ഇനിയുള്ള നാളുകളിലെങ്കിലും നമ്മൾ വീടിനെ വളരെ പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരിക. അവിടെ എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ കൂടിച്ചേരുക. എപ്പോഴാണെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക. അതൊക്കെ ആ കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായി മാറുകയും നമ്മുടെയൊക്കെ മനസ്സിന് വല്ലാതൊരു സുഖവും സംതൃപ്തിയും അത് തരുന്നു എന്നുള്ളതും വലിയ സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ അന്തരീക്ഷം പോസിറ്റീവായി നിലനിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്, എന്നാൽ നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യവും. യാത്രകൾ ചെയ്യുക. യാത്രകൾ എന്ന് പറഞ്ഞാൽ വലിയ യാത്രകളൊന്നും വേണ്ട, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു യാത്രകളെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ ശീലിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ ജോലിയുടെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ തിരക്കുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് യാത്രകൾ, കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാൻ പറ്റണം. അത് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വലിയൊരു അറ്റാച്ച്മെന്റ് രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്, നമ്മുടെ മറ്റ് ജോലിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിമിഷങ്ങളായിട്ട് അത് മാറും. നമ്മുടെ മനസ്സ് കുറെ കൂടി റിലാക്സ് ആവും, മനസ്സിനൊരു സുഖം കിട്ടും. ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ നമുക്കുണ്ടാവുന്നത് ഇതുപോലുള്ള യാത്രകളിലൂടെയാണ്. എന്നാൽ ചെറിയ യാത്രകൾ മാത്രമല്ല, വലിയ യാത്രകളും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ വർഷവും ഒരു വലിയ യാത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ അത് വളരെ വലിയ കാര്യമായിട്ട് മാറും ജീവിതത്തിന്റെ. അതിനെന്ത് വേണം? എല്ലാ മാസവും ഒരു ഇത്തിരി പൈസ നിങ്ങൾ മാറ്റിവെക്കുക. എന്നിട്ട് അതൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് എല്ലാ വർഷവും ഒരു വലിയ യാത്ര നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യാത്രകൾ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് കാണരുത്. നിങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി വർണ്ണാഭമാക്കുന്ന ഒരു ഘടകമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് പറയാനുള്ളത്, നിങ്ങളുടെ ഇഷ്ടങ്ങളോടൊപ്പം ജീവിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ അല്ലെ. വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, എഴുതാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും, ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും, നല്ല പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. അങ്ങനെ ഓരോ മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളുണ്ട്, അവനവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങളോടൊപ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയണം. അത് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ജീവിതം ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയാറില്ല അല്ലെ. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. വായിക്കണമെന്നൊക്കെയുണ്ട്, പക്ഷെ വായിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ആ ശീലത്തെ, നമ്മുടെ മനസ്സിൻ്റെ ആ ഇഷ്ടത്തെ മാറ്റി നിർത്തുന്നവരാണ്. അങ്ങനെ ഓരോ ഇഷ്ടങ്ങളെയും നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട് ഓരോ മനുഷ്യനും. അത് പാടില്ല. അവനവൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണമെന്നുള്ളതാണ്. മറ്റുള്ളവരോടൊപ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പേസ് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ മനുഷ്യനും. അത് അവനവൻ്റെ ഇഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നിമിഷങ്ങളാണ്. അത് ചെയ്യാൻ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് നിങ്ങളോട് പറയാനുള്ളത്, അനാവശ്യമായിട്ടുള്ള വഴക്കുകളെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കുക. അത് നമ്മുടെ പാർട്ട്ണറോടായാലും, നമ്മുടെ മക്കളോടായാലും, നമ്മുടെ മറ്റ് പ്രിയപ്പെട്ടവരോടാണെങ്കിലും, നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും, വഴികളിലൂടെ പോകുന്ന, ചിലപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുന്ന ആളുകളോട് പോലും വഴക്കിടാറുണ്ട് ചില കാര്യങ്ങളുടെ പേരിൽ. അങ്ങനെ ജീവിതത്തിലെ അനാവശ്യമായിട്ടുള്ള വഴക്കുകളൊന്നും ജീവിതത്തിൽ നമ്മൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. വഴക്ക് കൂടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. ആ സമയത്ത് നമുക്ക് കുറച്ച് സന്തോഷങ്ങളൊക്കെ കിട്ടും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. നമ്മൾ പാർട്ട്ണറോടൊക്കെ ആണെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം അതിന്റെ അസ്വസ്ഥത നിലനിൽക്കും. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ആ നിമിഷങ്ങൾ ഇല്ലാതാക്കി കളയുന്നുണ്ട്. ജീവിതം ആ സമയങ്ങളിലൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഒരു ഘടകമാണ് അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ. അത് ആരോടും നമ്മൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. കുറച്ചൊക്കെ വഴക്ക് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആ വഴക്കിനെ ഒരു പരിധിക്കപ്പുറം നമ്മൾ കൊണ്ടുപോകരുത്. പറയാനുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറയാം. അത് നമുക്ക് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ് അതൊരു വഴക്കായി, വെറുപ്പായി, ദേഷ്യമായിട്ട് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാകുന്ന രീതിയിൽ, രൂപപ്പെടുന്ന രീതിയിൽ ആ സാഹചര്യത്തെ മാറ്റാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തോട് തന്നെ നമ്മൾ കാണിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ്. അതല്ലാതെ ആ വഴക്ക് നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതയായി കഴിഞ്ഞാൽ ജീവിതത്തിന് അത് വലിയ ഭംഗി നൽകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. വരുമാനവും ജീവിതത്തിന്റെ സന്തോഷങ്ങളുമായി ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും.
തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ? പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള പൈസയുടെ കുറവാണ് പലപ്പോഴും നമ്മുടെ ജീവിതം പലപ്പോഴും ആസ്വദിക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ പോകുന്നതിന് കാരണമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനം കൂട്ടേണ്ടത് 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കിട്ടിയ ശമ്പളം അല്ലെങ്കിൽ വരുമാനം അത് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നതെങ്കിലോ നമുക്ക് ജീവിക്കാൻ പറ്റും. കാലം ഒരുപാട് മാറി, ചെലവ് കൂടി, അല്ലേ? മറ്റ് പല രീതിയിലും നമുക്ക് എക്സ്പെൻസുകൾ കൂടി. ആ സമയത്ത് ആ പഴയ വരുമാനത്തിലൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാലത്തിനനുസരിച്ചിട്ട് നമുക്ക് വരുമാനം കൂട്ടേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് കരുത്ത് ഉണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ വല്ലാതൊരു സന്തോഷവും ഒരു സംതൃപ്തിയും ധൈര്യവും ആത്മവിശ്വാസവും ജീവിതം ആസ്വദിക്കണമെന്നൊരു തോന്നലും ഒക്കെ ഉണ്ടാകും. പണം എന്ന വാക്കിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പല ആളുകളും പറയാറുണ്ടായിരിക്കും പണത്തേക്കാൾ വലുത് പലതുമുണ്ട് എന്ന്. പക്ഷെ അത് ഒരുപാട് പണമുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. പണമില്ലാത്തവർക്ക് പണം തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ വരുമാനം കൂട്ടാൻ വേണ്ടി നമ്മുടെ ജോലിയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക നമ്മുടെ ജോലി. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വരുമാനം കൂട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ശ്രമിക്കണം. ഏതെങ്കിലും ഒരു സമയം മാത്രം ശ്രമിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. എല്ലായ്പ്പോഴും നമുക്ക് ശ്രമിക്കാൻ പറ്റണം. നമ്മുടെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാവണം. അത് എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാട് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മുടെ ചിന്തകളിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതാണ് 5ാമത്തെ കാര്യം. ഇനി 6ാമത് പറയാനുള്ളത് നല്ല സൗഹൃദങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. നമുക്ക് ഒരുപക്ഷെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഇഷ്ടം പോലെ സൗഹൃദങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട് എന്നൊക്കെ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതല്ല മഹത്തായ കാര്യം. നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന എത്ര സൗഹൃദങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന എത്ര സൗഹൃദങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ സന്തോഷമുള്ള നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാരണങ്ങളൊന്നും വേണ്ട. പക്ഷേ നിങ്ങളുടെ സങ്കടങ്ങളിലോ നിങ്ങളുടെ പ്രശ്നങ്ങളിലോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി, അത് നിങ്ങൾക്ക് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആ ചങ്ങാതി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന ഒരാളായിരിക്കും. അവരോടൊത്തുള്ള നിങ്ങളുടെ നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അവരോടൊപ്പം ഒരിത്തിരി സമയം നടക്കുമ്പോൾ, അവരുടെ കൂടെ ഇരുന്ന് ഇത്തിരി സമയം സംസാരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറച്ച് ബന്ധങ്ങളെങ്കിലും സൗഹൃദങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നതിലല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, ഏത് പാതിരാവിലും വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് ഉറപ്പില്ല കുറച്ച് നല്ല ബന്ധങ്ങളെങ്കിലും കുറച്ച് നല്ല സൗഹൃദങ്ങളെങ്കിലും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് 6ാമത്തെ കാര്യം. ഇനി 7ാമത് പറയാനുള്ളത് ജീവിതത്തിന് കുറച്ച് അടുക്കും ചിട്ടയും ഒക്കെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് അടുക്കും ചിട്ടയൊന്നുമില്ല. ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നിങ്ങൾ തോന്നുമ്പോഴല്ലേ കിടന്നുറങ്ങാറുള്ളത്? എഴുന്നേൽക്കാറുള്ളതും തോന്നുമ്പോഴല്ലേ ഭക്ഷണം കഴിക്കാറുള്ളത്? നിങ്ങളുടെ റൂമിൽ എല്ലാ സാധനങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് അടുക്കും ചിട്ടയോടും കൂടിയാണോ വെച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ആകെ അലമ്പാണ്. അപ്പോൾ തോന്നുമ്പോൾ ഉറങ്ങുന്നു, തോന്നുമ്പോൾ എഴുന്നേൽക്കുന്നു, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ഒരടുക്കും ചിട്ടയും ഇല്ലാതെ ഒരു ലൈഫാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുടെയും ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയും, അപ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു യാത്ര പോയി, അവിടെ നിങ്ങളൊരു റൂം എടുത്തു അല്ലെങ്കിൽ ഒരു റിസോർട്ട് എടുത്തു. ആ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു വല്ലാതൊരു പോസിറ്റീവ് വൈബില്ലേ? എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി വെച്ചിട്ടുണ്ടാവും അല്ലേ? ആ റിസോർട്ടിനടുത്തിരിക്കുന്ന പെയിന്റിന്റെ കോമ്പിനേഷൻസ്, അതുപോലെ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പാത്രങ്ങൾ, അപ്പോൾ അതിന്റെ വൃത്തി, അങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മളെ വല്ലാതെ തൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറില്ലേ? കുറെ കൂടി ജീവിതം ആസ്വദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ കിട്ടുന്നില്ലേ? ഇത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യനിഷ്ഠയും വൃത്തിയും ഒക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രാവിലേക്ക് എഴുന്നേറ്റിട്ട് ഫ്രഷ് എയറിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ മക്കളെയും പാർട്ട്ണറെയും കൂട്ടിയിട്ട് നിങ്ങൾ വീടിന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയേ, കുറച്ച് ദൂരം ഒന്ന് മുന്നോട്ടേക്ക് നടന്നു നോക്കിയേ. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് വല്ലാതൊരു പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് നൽകുന്നുണ്ട് എന്ന്. ആ ദിവസം മുഴുവൻ അതിൻ്റെ എനർജി നിലനിൽക്കുന്നുണ്ട്.
അങ്ങനെ ഏറ്റവും ഫ്രഷ് എയറിൽ നമ്മുടെ മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റായി നിൽക്കുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കും, പല ഐഡിയാസും കടന്നു വരും, പല ആശയങ്ങളും, ജീവിതത്തെ വിജയിപ്പിക്കാനുള്ള പല ആശയങ്ങളും ഒക്കെ കടന്നു വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ചില സാങ്കേതികമായിട്ടുള്ള ചെറിയ മോനൊക്കെ ഉള്ളത് കൊണ്ട് പുറത്തങ്ങനെ പോകാൻ പറ്റുന്നില്ല, വൈഫിനെയൊക്കെ കൂട്ടിയിട്ട്. അല്ലെങ്കിൽ ഞാനും വൈഫും ഒക്കെ രാവിലെ എഴുന്നേറ്റിട്ട് നാട്ടിലല്ലാത്ത സമയത്ത് എഴുന്നേറ്റ് നടക്കാറുണ്ട്. ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കും. അതിനിടയിലാണ് നമ്മൾ ജീവിതത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും സംസാരിക്കുക. ആ സംസാരിച്ചതിലേക്ക് റിസൾട്ടാണ് പിന്നീട് ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ജീവിതത്തിന് എപ്പോഴും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. ഏത് കാര്യം, നിങ്ങളുടെ ശീലങ്ങൾക്കായി കഴിഞ്ഞാലും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് സൗകര്യങ്ങൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് വല്ലാതൊരു സംതൃപ്തി നൽകുന്നുണ്ട്. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു വീടായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് നല്ല സുഖം ഉണ്ടാവും. എന്നാലോ വീടൊക്കെ ആകെ അലമ്പായി വൃത്തികേടായി നിൽക്കുകയാണ്, അവിടെ കയറി വരാൻ തന്നെ നമുക്ക് തോന്നില്ല, അല്ലേ? അപ്പോൾ ഇതൊക്കെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വിജയങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത രീതി നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഉറങ്ങുന്നതിനും നിങ്ങൾ എഴുന്നേൽക്കുന്നതിനും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനും നിങ്ങൾ ജോലി ചെയ്യുന്നതിനും ഒക്കെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ കൊണ്ടുവരിക. നല്ല ശീലങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുക്കും ചിട്ടയുമുള്ള ഒരാളായി മാറുക എന്നുള്ളതാണ് 7ാമത്തെ കാര്യം. ഇനി 8ാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ നമ്മൾ കൂട്ടാൻ ശ്രമിക്കണം. എന്താണ് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത്? പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് പഴയ ഒരു ഫിലിപ്സിന്റെ ഒരു റേഡിയോ ആണ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ബാറ്ററിയിലോടുന്ന ഒരു പഴയ റേഡിയോ. കാരണം അന്ന് കറണ്ടും ഇല്ല, വളരെ ചെറുപ്പത്തിലാണ്. അതിനുശേഷമാണ് TV, ഫ്രിഡ്ജ്, മിക്സി, സ്റ്റൗ, വാഷിംഗ് മെഷീൻ, അത് കഴിഞ്ഞ് AC, പിന്നെ വാഹനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു സ്ഥലം എടുക്കണമെന്ന് ആഗ്രഹിച്ചു, അതെടുത്തു. പിന്നെ ഒരു വീട് വെക്കണമെന്നൊരു ചിന്താഗതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, കാലം ഒരുപാട് മാറി. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മുടെ സൗകര്യങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരുന്നു. നമുക്ക് എന്താണ് കിട്ടിയത്? നമുക്കൊരുപാട് സന്തോഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? നമുക്കൊരുപാട് സംതൃപ്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം കുറെ കൂടി ആസ്വദിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ 2 വീലർ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അതിന്റെ സ്ഥാനത്ത് നിങ്ങളൊരു 4 വീലർ വാങ്ങിച്ചു, നിങ്ങളൊരു കാറ് വാങ്ങിച്ചു. ഇത്ര നാളും 2 വീലറിൽ മാത്രമാണ് പോയത്. വീടിന്റെ അറ്റ്മോസ്ഫിയർ മാറുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നതായി കാണാൻ പറ്റും. നിങ്ങൾ കുറെ കൂടി ബെറ്റർ ആണെന്ന ഒരു ചിന്ത, കൂടുതൽ ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ നിങ്ങൾ കൂട്ടണം. നിലവിലുള്ള സാഹചര്യം എന്താണോ അതിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ സൗകര്യങ്ങളിലേക്ക് ജീവിതത്തെ വളർത്താൻ നമുക്ക് സാധിക്കണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളും അവസ്ഥകളും മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഒരാവേശത്തിന്റെ പുറത്തോ ഒരു സ്റ്റാറ്റസിന്റെ പുറത്തോ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കൂട്ടാൻ നമ്മൾ ശ്രമിക്കരുത്. ഒരു കാറ് വാങ്ങണം എന്നുണ്ട്, പക്ഷേ വാഹനം വാങ്ങിക്കുവാനുള്ള കപ്പാസിറ്റി നിലവിലില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ആ കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ വളർന്നതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഇത് കൂടുതൽ മുറിവേൽപ്പിക്കും, പരാജയപ്പെടുത്തും, കൂടുതൽ ക്ഷതമേൽപ്പിക്കും എന്നുള്ളതാണ്. കാരണം അത് വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് സ്വയം വളരുക. ആ വളർച്ചയോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കൂട്ടുക. ആ സൗകര്യങ്ങൾ നിങ്ങൾ കുറെ സന്തോഷിപ്പിക്കും, കുറെ നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളായി അതൊക്കെ മാറുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് 8ാമത്തെ കാര്യം. ഇനി 9ാമത് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ മനോഹരമാവണം. നമ്മുടെ വീടിനടുത്ത് അയൽവക്കത്ത് കുറച്ച് ആളുകളുണ്ട്, അല്ലെ? നമ്മുടെ നാട്ടില് കുറച്ച് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ടാവും, അവിടെയും ആളുകളിലെ കടക്കാരനും അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ബന്ധങ്ങൾ. ഇവർക്കിടയിൽ
അതായത് നമ്മുടെ നാട്, ആ നാട്ടിലുള്ള എല്ലാ ആളുകളുമായിട്ടും നല്ല രീതിയിൽ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ പറ്റണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ അയൽവാസിയുമായിട്ട് എപ്പോഴും നമ്മൾ ബഹളമാണ്, എപ്പോഴും പ്രശ്നമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ആ ഭാഗത്ത് നോക്കാൻ പോലും നമുക്ക് പറ്റില്ല, അല്ലെ? നമ്മുടെ മനസ്സിനെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുമെന്നുള്ളതാണ്. ഈ നാട് വിട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ തോന്നാറില്ല ചിലപ്പോഴൊക്കെ? ചില ആളുകൾക്ക് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളെങ്കിലും അത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അയൽവക്കങ്ങൾ തമ്മിലും നമ്മുടെ നാട്ടിലുള്ള ആളുകളുമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റ് ബന്ധങ്ങളുമായിട്ടും ഒക്കെ നമുക്ക് നല്ല സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിക്കാൻ പോലും നമുക്ക് ഒരു വല്ലാതൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അതുകൊണ്ട് നല്ല രീതിയിൽ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുക. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ ബന്ധങ്ങളെ വലിച്ചിടാതിരിക്കുക എന്നുള്ളതാണ് 9ാമത് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും ഒടുവിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. രണ്ടുപേരും വ്യത്യസ്തമായ സ്വഭാവക്കാരാണ്, വ്യത്യസ്തമായ ചിന്താഗതിക്കാരാണ്. പക്ഷെ ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയിരിക്കുന്നു. ആ ജീവിതത്തെ നമുക്ക് മനോഹരമാക്കേണ്ടതുണ്ട്, അത് ആസ്വദിക്കേണ്ടതുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക്, അതൊക്കെ നേടിയെടുക്കേണ്ടതുണ്ട്. അതിനെന്ത് വേണം? പരസ്പരം സപ്പോർട്ട് ചെയ്യുക. രണ്ടുപേർക്കും പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവും, അത് ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ചില സങ്കടങ്ങൾ ഉണ്ടാകും. അതൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുക. ആ സംസാരിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ടും ധൈര്യവും ആത്മവിശ്വാസവും പരസ്പരം പകരുക. ഇത് ഒരു കുടുംബ ബന്ധത്തിന്റെ വലിയൊരു കരുത്താണ്. ഈ കുടുംബ ബന്ധത്തിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ വലിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് കുടുംബാന്തരീക്ഷം ഏറ്റവും മനോഹരമാവുക. പരസ്പരം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. ഏത് മോശം അവസ്ഥയിൽ നിന്നും ഒരു സ്ത്രീയും പുരുഷനും നല്ല രീതിയിൽ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കുടുംബം വലിയ വിജയമായിട്ടൊരു ദിവസം മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്, ദമ്പതിമാർക്കിടയിലുള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ അപ്പോൾ തന്നെ അത് പറഞ്ഞു തീർക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക, നിറഞ്ഞ മനസ്സോടെ പരസ്പരം സ്നേഹിക്കുക. എന്നിട്ട് ഒത്തൊരുമയോടുകൂടി തൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കരുത്തോടെ സഞ്ചരിക്കുക, ജീവിതം ആസ്വദിക്കുക, സന്തോഷിക്കുക. അതാണ് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. 10 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ 10 കാര്യങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് പിടിക്കുക. ഇനിയുള്ള കാലത്ത്, മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാനാവട്ടെ, ജീവിതം ഒരുപാട് ആസ്വദിക്കാനാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.